വാട്സ്ആപ്പ് ഗൈസ്, വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഗൈസ് സുസ്വാഗതം. നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, 90 വർഷമായി ഒരു ഹീറോ ലോകത്തെ ഭയപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവനെക്കുറിച്ച് ലോകം മുഴുവൻ ഒരു കഥ പറയുന്നു. അവൻ ഒരിക്കലും മരിക്കില്ല. അവൻ നടക്കുന്നത് ഒരു ഭൂതം പോലെ. അതിനാലാണ് അവനെ വിളിക്കുന്നത് ദ ഗോസ്റ്റ് ഹൂ വാക്സ്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോമിക് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സൂപ്പർ ഹീറോകളിൽ ഒരാളായ ദ ഫാൻഡമിനെ കുറിച്ചാണ്. ഇവൻ ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എല്ലാവരും വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഹീറോയാണ്. അതും 1936 തന്നെ. ഈ കഥ സൃഷ്ടിച്ചത് ലീ ഫ്ലാക്ക് എന്ന എഴുത്തുകാരനാണ്. എന്നാൽ ഫാൻഡം ഒരാൾ മാത്രമല്ല, അതൊരു വംശ പാരമ്പര്യം. അതായത് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിൽ നിന്ന് തലമുറയോളം കൈമാറുന്ന ഒരു പ്രതിഭാസമെന്ന് പറയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫാൻഡം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാൻഡത്തിൻ്റെ കഥ തുറന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫാൻഡത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് ആദ്യം പറയാം. ഫാൻഡത്തിൻ്റെ കഥ തുടങ്ങുന്നത് 1536 ഒരു ഇംഗ്ലീഷ് കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. ആ ഒരു അറ്റാക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ അച്ഛൻ കൊല്ലപ്പെടുന്നു. ആ കുട്ടി ഒരു ദ്വീപിലെത്തി. അവിടെ ഒരു ഗുഹയിൽ പോയി ആ കുട്ടി സത്യം ചെയ്യുന്നു, എൻ്റെ കുടുംബം തലമുറകളായി കുറ്റവാളികളെ നേരിടും. ഇതായിരുന്നു ഫാൻഡം വംശത്തിൻ്റെ തുടക്കം. അതിനുശേഷം ഒരു ഫാൻഡം മരിക്കുമ്പോൾ അവൻ്റെ മകൻ പുതിയൊരു ഫാൻഡമായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്, ജനറേഷനോളം തലമുറയോളം കൈമാറുന്നതാണ്. അതായത് 400-500 കൊല്ലങ്ങൾക്ക് മുൻപേ ഫാൻഡം എന്നുള്ളൊരു പ്രതിഭാസം ഇവിടെ തന്നെ ഉണ്ട്. അതിനാൽ എന്തു പറയാം, ആളുകൾ കരുതി ഫാൻഡം ഒരിക്കലും മരിക്കില്ല. ഇതുകൊണ്ടാണ് ഫാൻഡത്തിന് ഗോസ്റ്റ് ഹൂ വാക്സ്, അതുകൊണ്ടാണ് എന്തു പറയാം, ദ മാൻ ഹൂ കനോട്ട് ഡൈ, ഇതൊരു ഭൂതമാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. നമുക്ക് ഈ പർപ്പിൾ സ്യൂട്ടിൻ്റെ പിന്നിലെ രഹസ്യം കൂടെ നോക്കാം. ഫാൻഡത്തിൻ്റെ ഏറ്റവും ഐക്കോണിക് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അവൻ്റെ പർപ്പിൾ കോസ്റ്റ്യൂം തന്നെയാണ്. ഇത് നമ്മൾ കാണുന്ന സൂപ്പർ ഹീറോകളെല്ലാം മാസ് സ്യൂട്ടുകളെല്ലാം വരും. പക്ഷേ 1930-കളിൽ ഇതൊരു പുതിയ ആശയമായിരുന്നു. ഫാൻഡം പർപ്പിൾ സ്യൂട്ട്, കണ്ണു മറയ്ക്കുന്ന മാസ്ക്, കറുത്ത ഗ്ലാസ്, 2 പിസ്റ്റൾ. ഈ ലുക്ക് പിന്നീട് വന്ന സൂപ്പർ ഹീറോകൾ പലരും എന്താ പറയുക ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പറയാൻ പ്രത്യേകിച്ചുള്ളത് സ്കൾ കേവ് ആണ്. ഫാൻഡത്തിൻ്റെ പ്രധാന ബേസാണ് സ്കൾ കേവ്, ഒരു വലിയ സ്കൾ രൂപത്തിലുള്ള ഗുഹ. നേരത്തെ പ്രതിജ്ഞയെടുത്ത ഗുഹ ഒരു സ്കൾ ഗുഹയാണ്. അതിൽ ആയുധങ്ങൾ, നിധികൾ, ഈ ചരിത്രമായിട്ടുള്ള രേഖകൾ, ഫാൻഡത്തിൻ്റെ വംശത്തിൻ്റെ രഹസ്യം എല്ലാം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്കൾ കേവ്. ഇവിടെ തന്നെയാണ് ഓരോ പുതിയ ഫാൻഡത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. ഫാൻഡത്തിൻ്റെ ഒരു പ്രത്യേക ആയുധമുണ്ട്, അത് അവൻ്റെ റിങ്ങാണ്. അവൻ്റെ കയ്യിൽ 2 റിങ്ങുണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഗുഡ് മാർക്കും, ഒരു കുറ്റവാളി ശിക്ഷ അനുഭവിച്ച് പിന്നീട് നല്ല മനുഷ്യനാകാൻ തീരുമാനിച്ചാൽ അവൻ ഈ അടയാളം നൽകും. അത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈവിൾ മാർക്കാണ്. വലിയ കുറ്റവാളികൾക്ക് ഫാൻഡം അവരുടെ മുഖത്ത് ഇടിച്ച് പഞ്ചറാക്കും, അവരുടെ മുഖത്ത് പതി. അതൊരു സ്കൾ അടയാളം. അത് കണ്ടാൽ എല്ലാവരും മനസ്സിലാക്കണം ഇവൻ ഫാൻഡത്തിൻ്റെ ശത്രുവാണ്. നമുക്ക് ഈ ഫാൻഡത്തിൻ്റെ കൂട്ടുകാരൻ കൂടെ നോക്കാം. ഫാൻഡത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് പോരാടാൻ എന്ന് പറയാൻ കഴിയത്തില്ല. അവനൊപ്പം 2 വിശ്വസ്ത കൂട്ടുകാരുണ്ട്. അത് ഡെവിളും ഹീറോയുമാണ്. ഡെവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വൂൾഫാണ്. ഫാൻഡത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ്. ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയാണ്. ഫാൻഡത്തിൻ്റെ അതിവേഗം സഞ്ചരിക്കാൻ സഹായിക്കുന്ന കുതിരയാണ്. ഇവർ രണ്ടുപേരാണ് ഫാൻഡത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയും. കഥയിൽ വലിയ പങ്ക് വഹിച്ച ക്യാരക്ടേഴ്സും കൂടെയാണ് നമ്മുടെ കുതിരയും വൂൾഫും. അടുത്തിനി ലോകമെമ്പാടുമുള്ള ഫാൻസിനെ പറ്റി നമുക്ക് എന്താ പറയുക ഒരു ഐഡിയ നോക്കാം. ഫാൻഡം അമേരിക്കയിൽ ജനിച്ച കഥാപാത്രമാണെങ്കിലും അവൻ അവിടെ ഏറ്റവും പ്രശസ്തമായത് ഇന്ത്യ, ഓസ്ട്രേലിയ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനറേഷന് മുൻപേ ഒരു 70s നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൂപ്പർമാൻ, ബാറ്റ്മാൻ, അതുപോലെ തന്നെ സ്പൈഡർമാനും ഫാൻഡവും ആ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടായിരുന്നു. ഫാൻഡം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പടിക്ക് മുന്നിലായിരുന്നു, സൂപ്പർമാനേക്കാളും ഒരു പടിക്ക് മുന്നിൽ. ഒരു 60s അല്ലെങ്കിൽ 70s എന്താ പറയുക അത്രയ്ക്കും ഫാൻ ബേസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ, ഓസ്ട്രേലിയ ഇവിടങ്ങളിലാണ് അമേരിക്കകളും കൂടുതൽ ഹിറ്റടിച്ചതെന്ന് പറയാം. പ്രത്യേകിച്ച് ഇന്ത്യയിലും ഫാൻഡം കോമിക്കുകൾ വളരെ എന്താ പറയുക ഹിറ്റുകളായിരുന്നു. മലയാളം, തമിഴ്, അതുപോലെ ഹിന്ദി എല്ലാ ഭാഷകളിലും എന്താ പറയുക ഫാൻഡം കഥകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ പലർക്കും കുട്ടിക്കാല ഓർമ്മ തൻ്റെ ഫാൻഡം കോമിക്സുകൾ തന്നെയാണ്.
നമുക്ക് മുതിർന്ന പലരിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഫാൻറ്റം സൂപ്പർമാൻ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിലെന്ന് പറയാൻ ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 90 വർഷത്തെ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2026, അതായത് 1936 ഫാൻറ്റം വന്നത്. ഏകദേശം 90 വർഷം എന്താണ് ഫാൻറ്റം ഇറങ്ങിയിട്ട് ആയിട്ടുണ്ട്. ഒരു കഥാപാത്രം 90 വർഷം തുടർച്ചയായി നിലനിൽക്കുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. ബാറ്റ്മാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ എല്ലാവരും വലിയ ഹീറോകളാണ്. പക്ഷേ ഫാൻറ്റം അവരെക്കാൾ മുൻപ് വന്ന ഒരു ലെജൻഡ് തന്നെയാണ്. ഇനി അടുത്ത ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സൂപ്പർ ഹീറോ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ദ ഫാൻറ്റം, ദ ഗോസ്റ്റ് ഹൂ വാസ്. 90 വർഷം കഴിഞ്ഞിട്ടും അവരെന്നും കാട്ടിലൂടെ നടക്കുന്നു. കാരണം ഫാൻറ്റം ഒരിക്കലും മരിക്കില്ല. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും, അതുപോലെ കോമിക്സ് സിനിമ സ്റ്റോറികളായിട്ട് ഞാൻ ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് തീർച്ചയായും നമ്മൾ കാണുന്നത് വരയ്ക്കും. നിങ്ങൾക്ക് ഏവർക്കും ഗായ്സ് പീസ് ഔട്ട്.